ബഹിരാകാശ മാലിന്യ പ്രതിസന്ധിയിൽ സൂര്യൻ വലിയ പങ്കുവഹിക്കുന്നതായി ISRO. ഉയർന്ന സൗരോർജ്ജ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ പഴയ ഉപഗ്രഹങ്ങളും അവശിഷ്ടങ്ങളും ഭൂമിയിലേക്ക് വളരെ വേഗത്തിൽ വീഴാൻ സൂര്യൻ ഇടയാക്കുന്നതായാണ് ISROയുടെ കണ്ടെത്തൽ. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി സ്പേസ് സെന്ററിലെ ISROയുടെ സ്പേസ് ഫിസിക്സ് ലാബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരാണ് ഇക്കാര്യം ആദ്യമായി തെളിയിച്ചത്. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലെ വസ്തുക്കളുടെ ഉയരം എത്ര വേഗത്തിൽ കുറയുമെന്ന് സൗരോർജ്ജ പ്രവർത്തനങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ഫ്രോണ്ടിയേഴ്സ് ഇൻ ആസ്ട്രോണമി ആൻഡ് സ്പേസ് സയൻസസ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് കണ്ടെത്തലുകൾ വിവരിച്ചിട്ടുള്ളത്. ഈ കണ്ടെത്തലുകൾ ഭാവിയിലെ ഉപഗ്രഹ പദ്ധതികളെ സ്വാധീനിക്കുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. 11 വർഷത്തെ സൗരചക്രത്തിന്റെ സൂര്യന്റെ പ്രവർത്തനം അതിന്റെ ഉച്ചസ്ഥായിയുടെ 67% എത്തുമ്പോൾ പരിക്രമണം ചെയ്യുന്ന അവശിഷ്ടങ്ങൾ വളരെ വേഗത്തിൽ താഴേക്ക് വീഴാൻ തുടങ്ങുമെന്ന് ഗവേഷണം വെളിപ്പെടുത്തുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്ററിനും 2000 കിലോമീറ്ററിനും ഇടയിലുള്ള പ്രദേശമായ ലോ എർത്ത് ഓർബിറ്റിൽ ഉപഗ്രഹങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട റോക്കറ്റ് ഭാഗങ്ങൾ, മുൻകൂട്ടി ഇടികളുടെ അവശിഷ്ടങ്ങൾ എന്നിവ തിങ്ങിക്കൂടിയിരിക്കുന്ന ഘട്ടത്തിലാണ് പുതിയ കണ്ടെത്തൽ. ഭൂമി നിരീക്ഷണ ബഹിരാകാശ പേടകങ്ങളുടെയും സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് നെറ്റ്വർക്ക് പോലുള്ള ഇന്റർനെറ്റ് മെഗാ നക്ഷത്ര സമൂഹങ്ങളുടെയും കേന്ദ്രമാണ് ഈ മേഖല. ഭ്രമണപഥത്തിലെ ഒരു ചെറിയ കൂട്ടിയിടി പോലും വലിയ ആഘാതത്തിന് കാരണമാകുമെന്നും പ്രവർത്തനക്ഷമമായ ഉപഗ്രഹങ്ങളെയും ഭാവി ദൗത്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന ആയിരക്കണക്കിന് അധിക ശകലങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു.